പല യാത്രകളിൽ കൂടി നമ്മൾ പല ദേശങ്ങളും വനപ്രദേശങ്ങളും വനങ്ങളിൽ നിന്നുള്ള വന്യജീവികളെയും കണ്ടു. നാഗർഹോളെ മുതൽ ബന്ദിപ്പൂർ, മുതുമല വനങ്ങൾ, മൂന്നാറിലെ വനങ്ങളും വയനാടും തുടങ്ങിയ വനങ്ങൾ നമ്മൾ കണ്ടവയിൽ ചിലത് മാത്രം. പലപ്പോഴും വലിയ ഡോക്യുമെൻ്ററി ചിത്രങ്ങളിൽ പോലും അവഗണിക്കപ്പെടാറുള്ള ചെറുജീവികൾ ഉൾപ്പെടെ വലുതും ചെറുതുമായി പല ജീവികളെയും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഭാരതത്തിലെ മസായിമാരെ എന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിശേഷിപ്പിച്ച നാഗർഹോളയിലെ കാഴ്ചകളാണ് കാണുന്നത്. വന്യജീവികളെ ഇഷ്ടപ്പെടുന്നവരുടെയും സഫാരി പ്രിയന്മാരായ ഫോട്ടോഗ്രാഫർമാരുടെയും പ്രിയപ്രദേശമായ നാഗർഹോളയിലെ കക്കനക്കോട്ടെ സഫാരിയിലെ കാഴ്ചകൾ. ഈ വനപ്രദേശം കടുവകളെയും പുലികളെയും കരിമ്പുലിയെയും കൂടാതെ ആനക്കൂട്ടങ്ങളെയും കാണുന്നതിന് പേര് കേട്ടതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ കാഴ്ചകൾ നിങ്ങൾ തീർച്ചയായും ആസ്വദിക്കും. മാത്രമല്ല, ചില കാഴ്ചകളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. എൻ്റെ പേര് ബിജോയ് വർഗീസ്. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. യു ആർ വാച്ചിങ് MTI വൈൽഡ് ലൈഫ് ചാനൽ ബൈ മൂവി ട്രാവൽ ഇൻഫോ. ഞങ്ങളുടെ യാത്രാ വിവരണങ്ങൾ വായിക്കുവാനും ചിത്രങ്ങൾ കാണുവാനും www.movietravelinfo.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതുമാണ്. ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്നിവയുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. വേനലിന് ശേഷം മഴ പെയ്തു തുടങ്ങിയതിനാൽ നാഗർഹോളെ വനം മുഴുവൻ പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ പച്ചപ്പ് എന്നും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. എന്നാൽ വന്യജീവികളെ കാണുവാൻ ഈ കാലാവസ്ഥയിൽ ചെറിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. കാരണം നിറഞ്ഞു നിൽക്കുന്ന വനത്തിൽ അവ ചെടികൾക്കിടയിൽ നിന്നാൽ പോലും നമുക്കവയെ തിരിച്ചറിയുവാൻ പ്രയാസമാണ്. എന്നാൽ വേനൽക്കാലങ്ങളിൽ ഇല കൊഴിഞ്ഞു നിൽക്കുമ്പോൾ കാഴ്ചകൾ താരതമ്യേന എളുപ്പമാകാറുണ്ട് താനും. ആനക്കൂട്ടത്തിൻ്റെ മഴയത്ത് ചേറിലുള്ള കളിയും പുള്ളിപ്പുലിയെയുമൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കബനി നദിക്കരികെ ഒരു പറ്റം ആനക്കൂട്ടം നിൽക്കുന്നത് ഞാൻ കാണുന്നത്. നമ്മുടെ ഡ്രൈവറോട് അത് പറഞ്ഞപ്പോൾ അവിടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞ് ഉൾവനത്തിലെ പാതകളിൽ കൂടി അയാൾ വണ്ടി വേഗത്തിൽ വിട്ടു. അടുത്ത 5 മിനിറ്റിൽ കൂടുതൽ എടുത്തു നമുക്ക് നദീതീരത്ത് എത്താനായിട്ട്. ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ആദ്യം കണ്ട ആനക്കൂട്ടം മറ്റൊരു വശത്തേക്ക് വനത്തിനുള്ളിലേക്ക് കയറിപ്പോയിരുന്നു. എന്നാൽ നമ്മളെ കാത്ത്
മറ്റൊരു വിരുന്ന് ഈ കാട് ഇന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്നു. പരന്നു കിടക്കുന്ന കബനി നദീതീരത്തെ പുൽമേടുകൾക്ക് ഒരു വശത്ത് മറ്റൊരാനക്കൂട്ടം കുട്ടിയുമായി മേയുന്നു. 100 കണക്കിന് മാൻകൂട്ടങ്ങൾ പുല്ലുമേഞ്ഞ് നടക്കുന്നു. പലതരം വലുതും ചെറുതുമായ പക്ഷികൾ പറന്നു നടക്കുകയും പുല്ലിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഇര തേടുകയും ചെയ്യുന്നു. അതിലുപരി അതിസുന്ദരനായ ഒരു കാട്ടുകൊമ്പൻ തൻ്റെ കൊമ്പ് കുലുങ്ങി നടന്ന നദീതീരത്ത് നിന്ന് വനത്തിനുള്ളിലേക്ക് നടന്നെടുക്കുന്നു. അതെ, ആഫ്രിക്കൻ വനപ്രദേശങ്ങളിൽ കാണുന്നത് പോലെ വന്യജീവികളുടെ വൈവിധ്യം കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തിന് ഒരു സംശയം. ഇതെന്താണ് ഭായ്, മസായിമാരെയോ? മസായിമാരെപ്പറ്റി ഗഹനമായി പഠനം നടത്തി അവിടേക്ക് യാത്രയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുവൈറ്റുകാരൻ ഷെഫിന് ഈ കാഴ്ച കണ്ട് അങ്ങനെ തോന്നിയില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. കുറച്ച് സമയത്തിനുള്ളിൽ കൊമ്പനാന പുൽമേട്ടിൽ നിന്ന് കാട്ടുപാതയിലേക്ക് എത്തി. എന്തൊരു ഗാംഭീര്യമാണ് അവൻ്റെ നടപ്പിന്, അവൻ്റെ ആ ആന നടയ്ക്ക്. അവിടെ അവനെ കണ്ടുകൊണ്ട് നിന്നിരുന്ന ഒരു സഫാരി ജീപ്പ് പതിയെ ഓടിച്ചു മാറ്റി അവന് പാത ഒരുക്കി കൊടുക്കുന്നു. രാജകീയമായ അവൻ്റെ ആ വരവ് കാണുന്ന ആരും അവന് വഴിമാറി കൊടുത്തുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ നിന്ന് നമ്മൾ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങി. ഈ സമയം എൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്നത് കഴിഞ്ഞ തവണ ഇതേ സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ്. ഒരു കാട്ടുപോത്ത് പുൽമേടുകൾ തീരുന്നിടത്ത് ഒറ്റയ്ക്ക് പുല്ല് തിന്നുകൊണ്ട് നിൽക്കുന്നു. ഞങ്ങൾ അതിനെ കണ്ടു. ക്യാമറ എല്ലാവരും ഫോക്കസ് ചെയ്തു. ക്യാമറ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആരോ അടുത്തു തന്നെയുള്ള മറ്റൊരു കാഴ്ച കൂടി ചൂണ്ടിക്കാണിച്ചു. വെറും മീറ്ററുകൾക്കപ്പുറം വനത്തിനുള്ളിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കടുവ കാലുകൾ മുകളിലേക്ക് ഉയർത്തി വെച്ച് കിടന്നുറങ്ങുന്നു. ഇതൊന്നും അറിയാതെ കാട്ടുപോത്ത് തീറ്റ തുടർന്നുകൊണ്ടും ഇരിക്കുന്നു. അതിനടുത്ത് തന്നെ മാൻകൂട്ടങ്ങൾ മേഞ്ഞു നടക്കുന്നു. ഒരു ആൺമയിൽ പീലി വിടർത്തി ചിറക് വിരിച്ചാടുന്നു. ഇതുപോലുള്ളൊരു കാഴ്ച വന്യജീവി സമ്പത്തുകൾ ഇതുപോലെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടുവാൻ, അതെ, നമ്മുടെ രാജ്യത്തെ നമ്മുടെ സ്വന്തം മസായിമാരയിൽ മാത്രമാവും സാധ്യമാവുക.
വനത്തിലൂടെയുള്ള യാത്രകളിൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴും കാഴ്ചകൾക്കായി പരതിക്കൊണ്ടിരിക്കും. വൃക്ഷങ്ങൾക്ക് മുകളിലേക്കും വനത്തിലെ കുറ്റിക്കാടുകൾക്കിടയിലേക്കും ഒരേപോലെ പക്ഷികളെയും മൃഗങ്ങളെയും നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കും. മഴ പെയ്തത് കാരണം ഇടതൂർന്ന് വളർന്ന സസ്യജാലങ്ങളാണ് കാഴ്ചകൾ ലഭിക്കുന്നതിന് ഈ വരവിൽ പ്രധാന വെല്ലുവിളി. കാഴ്ചകൾ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, പക്ഷേ അവ സംഭവിക്കുമ്പോൾ അവ ഒരു സ്വപ്നം പോലെ സുന്ദരവുമാകും. ഒരു കാനന സഫാരി നടത്തുമ്പോഴുള്ള പ്രധാന ആകർഷണം തീർച്ചയായും ഇതുപോലെ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്വപ്നതുല്യമായ കാഴ്ചകൾ തന്നെയാണ്. മുന്നോട്ടുള്ള യാത്രയിൽ കാഴ്ചകൾക്കായി പരതിക്കൊണ്ടിരുന്നു. എന്നാൽ വലിയ വന്യജീവികൾക്ക് പകരം മറ്റൊരു കാഴ്ചയാണ് മുന്നിൽ വന്നത്. വൈൽഡ് ഡോഗ്സ്. ഏറ്റവും വന്യതയേറിയ ഇരയെ കൂട്ടം കൂടി ആക്രമിച്ച് പിടിച്ച് അവയുടെ ജീവൻ പോകും മുൻപേ ഇരയുടെ ശരീരഭാഗങ്ങൾ പങ്കുവെച്ച് ഭക്ഷിക്കുന്ന ക്രൂരന്മാർ. സാധാരണ വലിയ കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന ഇവർ ഇന്ന് 2 എണ്ണം മാത്രമാണ് കാണുന്നത്. വേട്ട തേടി എവിടേക്കോ അവർ ഓടിപ്പോകുന്നു. വരയും പുള്ളിയുമുള്ള മൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിനപ്പുറമുള്ള ഒരു വനമാണ് നാഗർഹോളെ. കൂടാതെ ജൈവ വൈവിധ്യത്തിൻ്റെ സമൃദ്ധമായ ആവാസ കേന്ദ്രവുമാണ്. അവ എപ്പോഴും വളരെ എളുപ്പത്തിൽ ദൃശ്യമാകണമെന്നില്ല, പക്ഷേ കുറച്ച് ക്ഷമയും കൂടെ ഭാഗ്യവുമുണ്ടെങ്കിൽ നമ്മുടെ കാടുകളിലുള്ള അവിശ്വസനീയമായ ചില ജീവജാലങ്ങളെ നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും നമുക്ക് കഴിയും. വനത്തിലൂടെയുള്ള യാത്രകൾ തുടരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ഭാഗത്തെ കാഴ്ചകൾക്കായി കാത്തിരിക്കുക. വനപ്രദേശങ്ങളിൽ നിന്നുള്ള പ്രഭാത കാഴ്ചകൾ നമുക്ക് അടുത്ത തവണ കാണാം.